ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തിലേക്കുള്ള കൃഷിക്കുള്ള ഒരുക്കങ്ങൾ നമുക്കിപ്പം തന്നെ തുടങ്ങണം. ഇന്ന് ഞാൻ ആദ്യം നട്ടുപിടിപ്പിക്കുന്നത് മുളകാണേ. അപ്പോൾ ഇത് മുളകിൻ്റെ തൈകളാണ്. അപ്പോൾ മുളകിൻ്റെ തൈകൾ നമുക്ക് വിത്ത് പാകി മുളപ്പിക്കാം. ഞാൻ നേരിട്ട് വിത്ത് പാകി മുളപ്പിക്കാറില്ല. അതിന് പകരം വിത്തുകൾ വെള്ളത്തിനകത്തിട്ട് കുതിർത്തതിന് ശേഷം ചെറിയ ഒരു നനവുള്ള തുണിയിൽ പൊതിഞ്ഞു വെക്കും. കണ്ടോ, ഇപ്പം എല്ലാ മുളകുകളും തന്നെ മുളച്ചിട്ടുണ്ട്. ഇങ്ങനെ മുളച്ചതിന് ശേഷം നമ്മൾ പാകി കിളിപ്പിക്കുകയാണെങ്കിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ നമുക്ക് തൈകളായിട്ട് കിട്ടും. കാണുന്നുണ്ടോ മുളച്ചിരിക്കുന്നത്? ഇത് നമുക്ക് നട്ടുപിടിപ്പിക്കാനുള്ള മുളകാണേ. അപ്പം ഇത് ഞാൻ ഈ ബക്കറ്റിലോട്ടാണ് നടുന്നത്. നമുക്കിതിൻ്റെ മണ്ണൊന്ന് ഇളക്കാം. അപ്പോൾ കുറച്ച് മണ്ണ് ഞാൻ ഇതിൽ അങ്ങോട്ട് കോരിയെടുക്കുവാണേ. ഇതിനകത്തോട്ട് വല്ലതും ഇടാം. കാരണം നമുക്കിനി വളമൊക്കെ ചേർക്കുന്ന അവസരത്തിൽ കുറച്ചും കൂടെ മണ്ണ് നമുക്ക് ഇതിനകത്തേക്ക് കൂട്ടിക്കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതേപോലെ മണ്ണെടുത്ത് മാറ്റി ഞാൻ ഈ മുളകാണ് നടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 2 എണ്ണം ഒരുമിച്ച് ചേർത്തിട്ട് നടുവാണ്. അപ്പോൾ ഇത് നടുമ്പോഴുണ്ടല്ലോ, ഇതിൻ്റെ ഒരു റൂട്ട് ബൗൾ കണ്ടോ, ഇതിൻ്റെ ഇരട്ടി ആഴത്തിൽ വേണം നമ്മൾ കുഴിയെടുത്തിട്ട് നടാൻ. അപ്പം ഞാൻ ഇതേപോലെ കുഴിയെടുത്തിട്ട് വെറുതെ ഇതിനെ അങ്ങോട്ട് കുഴിച്ചു വെക്കുവാണേ. അപ്പം മുളകിന് എപ്പോഴും വാട്ടരോഗങ്ങളും അതുപോലെ കീടങ്ങളുടെ ശല്യമൊക്കെ കൂടുതലുണ്ടാവുന്നൊരു ചെടിയാണ്. അപ്പം ഇത് സ്യൂഡോമോണാസ് കലക്കി വെച്ചിരിക്കുന്നതാണേ. അപ്പം ഇത് ഞാൻ ഈ ചെടിയുടെ ഇലകളിലൊക്കെ വീഴത്തക്ക രീതിയിൽ തന്നെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ വെച്ചാൽ മുളക് നല്ലോണം വളരുകയും ചെയ്യും. മുളകിൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമായൊരു സമയമാണ് സെപ്റ്റംബർ മാസം. മുളകിനങ്ങൾ വളർത്തുന്നവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദുരിതമാണ് ഇതുപോലെ മുളകിന് വരുന്ന കുരുടിപ്പ്. നല്ല ആർത്ത് കയറി വന്നിരിക്കുന്ന മുളകാണേ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഇലകൾക്ക് കളറുമാറ്റമൊക്കെ തുടങ്ങി. ചില ഇലകളൊക്കെ നീണ്ടിട്ട് ഇതുപോലൊക്കെ വന്നു തുടങ്ങി. ഇപ്പം നമ്മൾ ഇതിൻ്റെ പുറകിലൊന്നും നോക്കിയാൽ ഒരു തരത്തിലുള്ള കീടങ്ങളെയും ഇതിൻ്റെ പുറകുവശത്ത് നമുക്ക് കാണാനില്ല. അപ്പം ഇത്തരത്തിലുള്ള ദുരിതം പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും സൂത്രപ്പണി, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു മാർഗമാണ് ഇത്. കുമ്മായമാണേ, നമ്മൾ കൃഷിക്ക് വാങ്ങിക്കുന്ന കുമ്മായവ. അപ്പോൾ അതിൻ്റെ ഒരു 2 സ്പൂണ് മണ്ണിനകത്തുനിന്ന് ഏതാണ്ട് ഇലകളൊക്കെ ഇതേ പറ്റി. അപ്പോൾ ഒരു 2 സ്പൂൺ കുമ്മായം ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കപ്പ് നിറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് കലക്കിയെടുക്കും. ഇത് നമ്മൾ കുമ്മായം ഇതുപോലെ കലക്കി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഇലകളെ കൂട്ടിപ്പിടിച്ച് ഇലകളുടെ മുകളിൽ കൂടെ എല്ലാ ഇലകളിലും തണ്ടിലും വീഴത്തക്ക രീതിയിൽ ഇവർക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറമ്പിലെ മുളകിന് ചെയ്തിട്ടുണ്ട്. അവരിപ്പം തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പുതിയ തളിർപ്പുകളും ഇലകളും ഒക്കെ വന്നു തുടങ്ങി. ഇനി ഇതിനകത്തുള്ള ബാക്കി 2 മുളകിനെ ഞാൻ ഈ പാത്രത്തിലേക്ക് നടാൻ പോവാണേ. അപ്പം ഈ പാത്രത്തിൽ ഒരു മുളകിൻ്റെ തൈ നമ്മളൊരു 3 ചോടായിട്ട് മുളക് നട്ടുപിടിപ്പിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരം നമ്മളതിന് തണലായിട്ട് മഞ്ഞളിൻ്റെ ഇലയും കുത്തി കൊടുത്തു. കണ്ടോ, ഒരു 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ വന്നപ്പം ഞാൻ എല്ലാവരെയും കാണിച്ചു തന്നതാണ്. അവരെല്ലാവരും കിളുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ കണ്ട മുളകിൻ്റെ ചെടി നട്ടതാണെന്ന് പോലും ഉള്ള ഒരു അവശിഷ്ടം ഇല്ലാതെ അവരെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം മണ്ണിൽ നിന്നുള്ള എന്തോ കീടങ്ങൾ അവരെ തിന്ന് നശിപ്പിക്കുന്നതാണ് അങ്ങനെ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, ചിലപ്പോൾ പുഴുക്കളാകാം. കാരണം ചാണകപ്പൊടി നന്നായിട്ടിട്ടാണല്ലോ നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുഴുക്കളുടെ ശല്യമാകാനാണ് സാധ്യത. അപ്പം ഞാൻ ഇതിനകത്തേക്ക് നല്ലവണ്ണം മണ്ണ് ഇളക്കിയിട്ട് ഇതിനെ ഇതിനകത്തോട്ട് നടുവാണേ. നട്ടതിന് ശേഷം ഞാൻ ചെയ്യുന്ന കണ്ടോണം. അപ്പം കീടങ്ങളുടെ ശല്യം മണ്ണിൽ നിന്നുണ്ടാകാതിരിക്കാൻ ഇത് ബിവേറിയയാണേ. അപ്പം ബിവേറിയ കുറച്ച് ഈ മണ്ണിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പം അത് അതിനകത്തങ്ങ് ലയിച്ചു വന്നോളും കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. മണ്ണിൽ നിന്നുള്ള കീടങ്ങളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാം. സെപ്റ്റംബർ മാസത്തിൽ നട്ടു വളർത്താനും അതുപോലെ നല്ലതുപോലെ വിളവ് തരികയും ചെയ്യുന്ന ഒരു പച്ചക്കറി ഇനമാണ് തക്കാളി. തക്കാളിക്ക് നമുക്ക് ഇതുപോലെ വിത്തുകൾ പാകി മുളപ്പിച്ച് നടാം, അല്ലെങ്കിൽ തൈകൾ വാങ്ങിച്ചിട്ട് നടാം. അപ്പൊ ഇവിടെ നിൽക്കുന്ന തക്കാളിയുടെ തൈകൾ ഞാൻ കാണിച്ചു തരാവേ. ഇത് ഇവിടെ വളർന്നു നിൽക്കുന്ന ഒരു തക്കാളിയാണേ. അപ്പൊ തക്കാളി വളർന്നു തുടങ്ങിയാൽ ഉടനെ താങ്ങ് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ താങ്ങുകാല് കുത്തി കൊടുക്കുകയല്ല ചെയ്തത്. മുകളിൽ ഒരു കയറ് കെട്ടിയിട്ട് അതിലോട്ട് ഇവരെ ചുറ്റി താഴെ ഉറപ്പിച്ചു നിർത്തുക ചെയ്തത്. അതിനോളം ബലം ഏത് താങ്ങുകാല് കൊടുത്താലും അവർക്ക് കിട്ടത്തില്ല. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന തക്കാളിയുടെ ഒരു ശിഖരം വന്നിട്ട് അതിൽ കായ്ക്കുന്നതാണ്. കണ്ടോ, അതുപോലും ഞാൻ ഇതേപോലെ ചുറ്റിക്കെട്ടി കൊടുത്തിരിക്കുവാണ്. മെയിൻ തക്കാളിയെ നമ്മൾ ഇതേപോലെ മുകളിലേക്ക് കൊടുത്ത് അവര് പന്തലിൽ കയറിയതിന് ശേഷമാണ് പടർന്നത്. പന്തലിൽ നിറയെ തക്കാളിക്ക് ഉണ്ടായി തൂങ്ങിക്കിടക്കുന്ന കാണുന്നുണ്ടോ? അപ്പൊ ഇതേപോലെ തക്കാളി ഉണ്ടായി ഒരു തക്കാളി ചെടിയെ നമ്മൾ കമ്പ് കുത്തി നട്ടാ വെക്കുന്നതെങ്കിൽ
അതിനെ താങ്ങി നിർത്താൻ അവർക്ക് പ്രയാസം വരും. ഇപ്പൊ ഇത് പന്തലയിലോട്ട് പടർന്നു കിടക്കുന്നത് കൊണ്ട് എത്ര തക്കാളി ഉണ്ടായാലും ബലമായിട്ട് തന്നെ അവര് നിൽക്കും. പിന്നെ തക്കാളിക്ക് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിർബന്ധമായും കുമ്മായം ഇട്ട് കൊടുക്കണം. ഈ തക്കാളിയുടെ ചുവട് കണ്ടോ, ഇത് നന്നായിട്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇവരെയും ഞാൻ പന്തലിലോട്ട് തന്നെയാണ് വളർത്തിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഞാൻ ചുവട്ടിലേക്ക് ഇത് കുമ്മായമാണേ. അപ്പൊ കുമ്മായം എടുത്ത് ചെടിയുടെ തണ്ടിൽ മുട്ടാതെ ഇതിനകത്തേക്ക് നമ്മൾ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് കൂടാതെ നമുക്ക് എന്തെങ്കിലും ജൈവ വളവും ഇതിന്റെ കൂടെ തന്നെ ഇടാം. അപ്പം ഒരു കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഞാൻ ഒരു പിടി ജൈവവളം, ഇതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ജൈവ സ്ലറിയും ഒക്കെ തക്കാളിക്കായാലും വെണ്ടയ്ക്കായാലും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഈ മഴക്കാലത്ത് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം എല്ലാം കൂടെ ചെടിയുടെ ചോട്ടിലേക്ക് മഴ പെയ്ത് കിട്ടിയിരിക്കുന്ന വെള്ളവും നമ്മൾ ഒഴിക്കുന്ന വളത്തിന്റെ വെള്ളവും എല്ലാം കൂടെ ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദ്രാവക രൂപത്തിലുള്ള വളങ്ങളും കൊടുക്കാതെ മഴക്കാലത്ത് ഇത്തരത്തിലുള്ള ജൈവവളങ്ങൾ കൊടുക്കാനുള്ള കാരണം. തക്കാളിക്ക് പെട്ടെന്ന് വാട്ടരോഗം, ബാക്ടീരിയൽ വാട്ടം പിടിക്കുന്ന ഒരു ചെടിയാണേ. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലുള്ള സ്യൂഡോമോണാസ് അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, കണ്ടോ, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായതുകൊണ്ട് അളവിച്ചിര കൂടിപ്പോയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ ആണ് നമ്മൾ പറയുന്നത്. കണ്ടോ, ഇതുപോലെ നമ്മൾ കുറച്ച് വെള്ളത്തിനകത്ത് കലക്കി തക്കാളിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും. ചെറിയ ചെടികളാണെങ്കിൽ അവരുടെ ഇലകളിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ രീതിയിൽ മഴയൊക്കെ കിട്ടുന്ന സമയത്ത് നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് വെണ്ട. നമ്മൾ വെണ്ട സാധാരണ വിത്തുകളിൽ നിന്നാണ് വളർത്തിയെടുക്കുന്നത്. അപ്പം വിത്തുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പാകുന്നതിന് മുന്നേ ഒരു 2 മണിക്കൂറെങ്കിലും സ്യൂഡോമോണാസ് കലക്കിയ വെള്ളത്തിനകത്ത് കുതിർത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ നടുന്നതെങ്കിൽ അവർക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയും അതുപോലെ നല്ല വളർച്ചയും കിട്ടും. അപ്പൊ ഞാൻ ഇതേപോലെ വിത്തുകൾ പാകി മുളപ്പിച്ച് വളർത്തിയിരിക്കുന്ന വെണ്ടയാണേ. നിങ്ങളെ ഞാൻ കാണിച്ചു തന്നതാണ്. ഇതിങ്ങനെ പൊങ്ങി എന്റെ വലയുടെ മോളിൽ പോയ അവസരത്തിൽ കുറച്ച് ഭാഗത്ത് വെച്ചിട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇതേ ശിഖരം വന്ന് എല്ലാ ശിഖരത്തിലും പല ശിഖരങ്ങളിലും കായകൾ തന്നെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിലും പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വെണ്ടയ്ക്ക് നമ്മൾ വെണ്ട പാകി മുളപ്പിക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ മുളച്ചു പോകും. ഒരു 2 ആഴ്ച വരെ നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കണ്ട. കാരണം നമ്മൾ നല്ല പോട്ടിംഗ് മിക്സിനകത്ത് വളമൊക്കെ ചേർത്ത പോട്ടിംഗ് മിക്സിനകത്താണ് പാകി മുളപ്പിക്കുന്നതെങ്കിൽ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഇവർക്ക് വളം കൊടുക്കാൻ തുടങ്ങണം. എല്ലാ ആഴ്ചയും കൊടുക്കാൻ പറ്റുമെങ്കിലും നല്ലതാണ്. സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് വെണ്ടയ്ക്ക് എപ്പോഴും നല്ലത്. അപ്പം നമുക്ക് ഇതിലുള്ള ഈ വെണ്ടയ്ക്കയും കുടിഞ്ഞ് വിളവെടുത്തേക്കാവേ. അപ്പം 5-6 വെണ്ടയ്ക്കൊക്കെ ഇതിലുണ്ട്. കണ്ടോ, നല്ല മുട്ടൻ വെണ്ടയ്ക്കയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതേലയും കൂടെ പറിക്കുക. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ 1-2 ചുവട് വെണ്ടയാണ് പ്രധാനമായിട്ടുള്ളത്. ഈ 2 ചുവട് വെണ്ടയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു നേരത്തെ കറിക്കുള്ള വെണ്ടയ്ക്ക കിട്ടും. കണ്ടോ, അതേപോലെ ഇവിടെയുണ്ട്. അതേപോലെ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നുണ്ടോ, ഇതിന്റെ ഒരു ശിഖരമാണേ. ആ ശിഖരത്തിൽ ഉണ്ടായിരിക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടോ, നല്ല വലിപ്പത്തിലുള്ള നല്ല വെണ്ടയ്ക്ക തന്നെയാണ് ഉണ്ടായി കിട്ടിയിരിക്കുന്നത്. ഈ വലിപ്പം കാണുമ്പം വിളഞ്ഞു പോയെന്ന് വിചാരിക്കണ്ട. ഈ ആനക്കൊമ്പൻ വെണ്ടയായതുകൊണ്ട് നല്ല വലിപ്പം വെക്കും. കണ്ടോ, ഇങ്ങനെ ഒടിഞ്ഞു പോരുന്നുണ്ട്. അതിനുള്ളത്ര എളുപ്പമാണിത്. അതുപോലെ ഇവിടെ 1-2 എണ്ണം ഉണ്ട്. അതും കൂടെ നമുക്കിങ്ങനെ വിളവെടുത്തേക്കാം. അപ്പം നമുക്ക് വെണ്ട വിളവെടുക്കാനായിട്ട് ഇനി ഇങ്ങോട്ട് കയറണ്ടല്ലോ. വന്ന കളറിലുള്ള ഒരു ആനക്കൊമ്പൻ വെണ്ട തന്നെയാണേ. അപ്പോൾ അത് ഒരെണ്ണേ ഉണ്ടായി കിട്ടിയിട്ടുള്ളൂ. 50-60 ദിവസങ്ങൾ കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പയർ. നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ പയർ നട്ടുപിടിക്കാം. സെപ്റ്റംബർ എന്നല്ല, പയറിന്റെ ഒരു പ്രത്യേകത എല്ലാ മാസങ്ങളിലും തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് പയർ. പയറിന്റെ വിത്തുകൾ നമ്മൾ സാധാരണ നേരിട്ട് മണ്ണിലേക്ക് പാകുകയാണ് ചെയ്യുന്നത്. മഴക്കാലമാണെങ്കിൽ നമ്മൾ അവരെ നനഞ്ഞ തുണിയിൽ കെട്ടിവെച്ച് മുളപ്പിച്ചതിന് ശേഷം മണ്ണിലിടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തുടർച്ചയായി വെള്ളം വീണു കഴിഞ്ഞാൽ പയർ ചിലപ്പം അഴുകി പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നമ്മൾ പയറ് മുളച്ചിട്ട് വള്ളി വീശി തുടങ്ങുമ്പം പടരാനുള്ള സൗകര്യം അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ പടരാനുള്ള സൗകര്യം കൊടുക്കുകയും അതുപോലെ പൂവിട്ട് തുടങ്ങുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ പൂവിട്ട് തുടങ്ങുന്ന അവസരത്തിൽ വളം ഇട്ട് ചുവട്ടിൽ മണ്ണ് കൂട്ടി കൊടുക്കണം. അപ്പൊ ഞാൻ ഇതുപോലെ വളം ഇട്ടിട്ട് മണ്ണ് കൂട്ടി കൊടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. അപ്പൊ ഇതിലെല്ലാം തന്നെ പയറുണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇത് വയലറ്റ് പയറാണ്. ഇത് നല്ല നീളത്തിലുള്ള പയർ തന്നെയാണ്. ഇതിന്റെ വളർച്ചയൊന്നും ആയിട്ടില്ല. ഇത് കണ്ടോ,
അങ്ങനെ സൈഡിലോട്ടൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. പിന്നെ പയറുണ്ടാകുമ്പോൾ ഇതിന്റെ അറ്റം ഇങ്ങനെ കൂർത്തു വരുക, നീണ്ട വണ്ണം കുറഞ്ഞാണ് വരുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂക്ഷ്മ മൂലകങ്ങളുടെ മൈക്രോന്യൂട്രിയൻസിന്റെ കുറവുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ചേർത്ത് കൊടുത്താൽ പിന്നെ ഉണ്ടാകുന്ന പയറുകൾ നല്ലതായിട്ട് തന്നെ വന്നോളൂ. ഇതുപോലെ നമ്മൾ പയറ് പാകി മുളപ്പിച്ച് ഒരു 4 പരുവമാകുമ്പോൾ മുതൽ ഇവർക്ക് വളം ചെയ്തു കൊടുക്കണേ. ആദ്യമൊക്കെ കൊടുക്കുന്നത് എപ്പോഴും ദ്രാവക രൂപത്തിലുള്ള, ഇത് ഞാൻ ജൈവവളം വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ട് വന്നിരിക്കുന്ന ഒരു ദ്രാവക വളമാണ്. അപ്പൊ ആ ദ്രാവക വളമാണ് ഞാൻ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല വളർച്ച ഇവർക്ക് പെട്ടെന്ന് കിട്ടും. പയറിന് നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കൃത്യമായി സ്യൂഡോമോണാസ് കൊടുക്കണം, അല്ലെങ്കിൽ വാട്ടരോഗം ബാധിക്കുന്ന ഒരു ചെടിയാണ്. ഇപ്പൊ ഇവിടെ പയറുണ്ടായി നിൽക്കുന്നതുണ്ടോ, ഇതേപോലെ ഇവിടെ ഒരു ചൂട് ചെറിയ പയറാണ് ഉള്ളത്. അപ്പൊ അതിന് ഇതുപോലെ ഞാൻ സ്യൂഡോമോണാസ് കലക്കിയത് ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പൊ ആ കൂട്ടത്തിൽ നമുക്ക് ഈ പയറിനെ ഒന്ന് വിളവെടുക്കുകയും കൂടെ ചെയ്തേക്കാം. ഇങ്ങനെ നമുക്ക് അങ്ങ് എടുത്താൽ മതി. അപ്പൊ പയറിന് കീടശല്യങ്ങൾ വരാതിരിക്കാനും വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടു നോക്കണം. എന്ത് തരത്തിലുള്ള കൃഷിയെക്കുറിച്ചുള്ള സംശയങ്ങളാണെങ്കിലും ഏകദേശം എല്ലാ കൃഷിയുടെ ഐറ്റങ്ങളെ കുറിച്ചും നമ്മൾ ചില്ലി ജാസ്മിനകത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സംശയം തോന്നിയാൽ അപ്പൊ തന്നെ ചില്ലി ജാസ്മിൻ ചാനൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഒരു പരിഹാരം കിട്ടിയിരിക്കും. അപ്പൊ എന്തേ ഇവിടെ 5-6 പയറുണ്ടായി കിടപ്പുണ്ട്. അപ്പൊ അതും കൂടെ നമുക്കങ്ങ് വിളവെടുത്തേക്കാം. ഞാൻ പറഞ്ഞില്ലേ പയറിന്റെ അറ്റം നീണ്ടു വരും എന്ന് പറഞ്ഞില്ലേ, ഈ പയറുണ്ടോ ഇങ്ങനെ നീണ്ടു വരുന്നത് സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് കൊണ്ടാണ്. അതെ, ഈ പയർ കണ്ടോ അതിനങ്ങനെ വന്നിട്ടില്ല, കാരണം അതിന് മുന്നേ തന്നെ ഞാൻ ഈ മൈക്രോന്യൂട്രിയൻസ് കലക്കി മണ്ണിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ അടുക്കളത്തോട്ടത്തിലും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു പച്ചക്കറി ഇനമാണ് വഴുതന. വളർത്താനും എളുപ്പമാണ്, വളരെ വേഗത്തിൽ അത് വിളവും തന്നു തുടങ്ങും. നമുക്ക് വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കാം. അതിപ്പോ മുളപ്പിച്ചിരിക്ക് വെച്ചിരിക്കുന്ന ഞാൻ കാണിച്ചു തരാവേ. ഇത് പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്ന വഴുതനയുടെ തൈകളാണ്. അപ്പൊ നമുക്കിവരെ മാറ്റി നടാം. വേര് പൊട്ടിപ്പോകാതെ വേണം നമുക്കിവരെ മണ്ണിൽ നിന്ന് എടുക്കാൻ. അപ്പൊ നമ്മൾ മണ്ണോടുകൂടി കണ്ടോ, ഇത് ഇത്രയും ഭാഗത്തെ മണ്ണോടുകൂടി ഞാൻ ഈ ചെടിയെ ഇങ്ങോട്ട് എടുത്തിരിക്കുവാണ്. അപ്പൊ ഇതിനകത്ത് കുറെ അധികം ചെടികളുണ്ട്, നമുക്കതിന്റെ ആവശ്യമില്ല. ഒരു 2 ചെടി, ഒന്ന് പോയാൽ ഒന്ന്, ആ ഒരു കണക്കിന് മതി. അപ്പൊ ഞാൻ ഇതിനെ മാറ്റിയിട്ട് ഈ 2 പേരെയും കൂടെ ഇതിനകത്തേക്ക് നടാൻ പോവാണേ. അപ്പം മണ്ണ് നല്ലോണം മാറ്റിയിട്ട് ഇതിനകത്തേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഓർത്തോണം, ഇതിനും ഈ വഴുതന പോലെയുള്ള ചെടികൾക്കും മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും കുമ്മായം കൊടുക്കാൻ മറന്നു പോകരുതേ. അപ്പം ഞാൻ ഇതേപോലെ മണ്ണൊന്ന് നല്ലോണം കൊത്തി ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് മണ്ണ് ഞാൻ മാറ്റിയതാണേ. ഇനി ഞാൻ ഇതിനകത്തേക്ക് നട്ടുവെക്കുക. കണ്ടോ, വഴുതനയ്ക്കും ഇതുപോലെ പയറിനെ പോലെയും തക്കാളിയെ പോലെയും ഒക്കെ വാട്ടരോഗം വരുന്ന ഒരു ചെടിയാണ്. അപ്പം നമുക്കതിന് നല്ലവണ്ണം സ്യൂഡോമോണാസ് കലക്കിയത് മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു 2 വർഷം 3 വർഷം 4 വർഷം വരെ തുടർച്ചയായി വിളവ് തരുന്ന ഒരു പച്ചക്കറി ഇനമാണ് വഴുതന. നമ്മൾ ഇതുവരെ പറഞ്ഞ പച്ചക്കറി ഇനങ്ങൾ കൂടാതെ പാവല്, പടവലം, അതുപോലെ കുമ്പളം, മത്ത ഒക്കെയും നമുക്ക് ഈ മാസത്തിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ശീതകാല പച്ചക്കറികളുടെ വിത്തുകൾ. അത് കാബേജ് ആയാലും കോളിഫ്ലവർ ആയാലും ലെറ്റ്യൂസ് ആയാലും ബ്രൊക്കോളി ആയാലും അവരുടെയൊക്കെ വിത്തുകൾ ഈ മാസം വേണം നമ്മൾ പാകി മുളപ്പിക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഒക്ടോബർ നവംബർ പോലെ താരതമ്യേന തണുപ്പ് കിട്ടുന്ന അവസരങ്ങളിൽ അവരെ വളർത്തി വലുതാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു വരയൻ പീച്ചിലാണ്. അപ്പൊ ഞാനിതങ്ങ് മുറിച്ചെടുക്കുക. നമ്മൾ നേരത്തെ ഇവിടെ എടുത്തതുപോലെ അത്ര നീളം വെക്കുന്നതിനല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരെണ്ണമുണ്ട്, അതിനേക്കൂടെ നമുക്കങ്ങ് മുറിച്ചെടുത്തേക്കാം. കണ്ടോ, സെപ്റ്റംബറിലെ കൃഷി നടത്താനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വിളവെടുത്തു, കുറച്ച് സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചു. എന്നും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇതേപോലെയുള്ള കൃഷിയുടെ വിളവെടുപ്പ്. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.